ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെറും 5 മിനിറ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, മൈദയൊന്നും ഉപയോഗിക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ളൊരു കോയിൻ പഴംപൊരിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള 5 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു കോയിൻ പഴംപൊരി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഏത്തപ്പഴം ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് കനത്തിൽ വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്, ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പാടില്ല. ഇനി നമുക്ക് വേണ്ടത് ദോശമാവാണ്. ദോശമാവോ ഇഡ്ഡലി മാവോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു കപ്പ് അളവിൽ ദോശമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 ഏലക്കയുടെ കുരു മാത്രം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് കലക്കിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം നമുക്ക് ഈ ഒരു മാവിലേക്ക് ഒന്ന് ഇട്ടതിന് ശേഷം നമുക്ക് ഈ മാവിലൊന്ന് മുക്കി എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ദോശമാവും ഏത്തപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും 5 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പഴംപൊരിയാണിത്. ഇനി നമുക്ക് ഓരോ പീസായിട്ട് ഇതുപോലെ മാവിൽ നിന്നൊന്ന് എടുത്ത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ആവശ്യത്തിനുള്ള പഴമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ പഴംപൊരി ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ടാമത്തെ സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പഴത്തിലും ഒന്ന് കോയിൻ പഴംപൊരി ഒന്ന് റെഡിയാക്കി എടുക്കാം. നമുക്ക് വെറും 5 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇതുപോലെ പഴംപൊരി തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.